നോഫലേ, നീ സുലൈമാൻ കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ട്. നീ ഗ്രീൻ ടീ കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ട്. നീ റെഡ് ടീ കുടിച്ചിട്ടുണ്ടോ? റെഡ് ടീ കുടിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് എന്താണെന്ന് എനിക്ക് ചെമ്പരത്തി ചായ കുടിച്ചിട്ടുണ്ടോ? അത് കുടിച്ചിട്ടുണ്ട്. ബ്ലൂ ടീ കുടിച്ചിട്ടുണ്ടോ? ബ്ലൂ ടീ കുടിച്ചിട്ടുണ്ട്. ഏതാത്? ശംഖുപുഷ്പത്തിൻ്റെ ചായ കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ഒരു ചോദ്യം, നീ റോസാപ്പൂവിൻ്റെ ചായ കുടിച്ചിട്ടുണ്ടോ? റോസാപ്പൂ ഇല്ല, കുടിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് നമുക്കൊരു റോസാപ്പൂവിൻ്റെ ചായ കുടിക്കാം. നമ്മളപ്പോൾ ഒരു റോസാപ്പൂ കൊണ്ടൊരു ചായ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റോസാപ്പൂ എന്ന് പറയുമ്പം വിരിഞ്ഞ് നിൽക്കുന്ന റോസാപ്പൂവല്ല, വിരിയാനൊരുങ്ങിയ മുട്ടിനെ നമ്മൾ പറിച്ചുണക്കി വെച്ചാൽ ഇത് നമ്മൾ പറിച്ചുണക്കി ട്രഡീഷണൽ ആയിട്ട് ഇവിടെ ഉള്ളതാണ്. ഇറാനിലൊക്കെ കുടിക്കുന്ന ചായയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തുറന്നപ്പോൾ തന്നെ നല്ല മണമുണ്ട്. നല്ല മണമുണ്ട്, നല്ല സൂപ്പർ മണം. തിന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയൂ. ഇതൊക്കെ വളരെ വിലപിടിപ്പുള്ള അപൂർവമാണ്. ഇത്രയും പൂക്കൾ കിട്ടണമെങ്കിൽ എത്ര ചെടിന്ന് പറിക്കണം. നിങ്ങൾ അജ്മീരിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് മുല്ലപ്പൂ തിന്നാൻ അങ്ങനെ തരും. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നാഗൂര് പോയപ്പോഴത്തേക്ക് ഇതേപോലെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിളയ്ക്കുന്ന ചൂടുവെള്ളത്തിലാണ്. ഇനി നമ്മൾ വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നു. കളറ് മാറി തുടങ്ങിയിട്ട് റോസാപ്പൂവിൻ്റെ ചായ. ഈ റോസാപ്പൂ വിരിഞ്ഞ പോലെയൊക്കെ ആയത് ഇപ്പം വെള്ളത്തിൽ വേണം നോക്കണം. ഭായ് ये टेस्ट करो कैसा है. അങ്ങനെ आपका नाम क्या था? അമീദ് ഭായി ആണ് ടേസ്റ്റ് ചെയ്യുന്നത്. നൗഫൽ ഭായി ടേസ്റ്റ് ചെയ്യുന്നത്. भाई टेस्ट करके दे दो हमारा चाय कैसे है. गुलाब का फूल है. पियो पियो, क्या मुश्किल है, गरम ज्यादा है. ചൂട് एक दो ग्लास लेके आओ. പക്ഷേ ശകലം മധുരവും കൂടെ ഇടണേ. മധുരം അല്ലാതെ ഗ്രീൻ ടീ ഇതുപോലത്തെ റോസ് ടീ ഒന്നും നമ്മൾ മധുരമായിട്ട് കുടിക്കാൻ പാടില്ല. നമ്മളെ ശീലം അങ്ങനെ ആയതുകൊണ്ടാണ് തോന്നുന്നത്. ഇത് ഇതിന്റെ ടേസ്റ്റ്, അത് ഇങ്ങനെ ടേസ്റ്റ് ആയിട്ട് വരണം. ഇങ്ങനെയാണല്ലേ? ഇങ്ങനെയാണ് ടേസ്റ്റ്. കളറൊക്കെ മാറിയിട്ട് കളർ മാറിയതണ്ടേ? അല്ല, കളർ ഇറങ്ങുന്നുണ്ട് കേട്ടാ. കളർ കൂടി വരും. ചെമ്പരത്തി അങ്ങനെ ഉണ്ട്. ചെമ്പരത്തി ചായ ശംഖുപുഷ്പത്തിന്റെ ഒക്കെ ഉള്ളത്. നമ്മൾ ശംഖുപുഷ്പം ഇട്ടതിന് ശേഷം അതിനകത്ത് വെച്ച് നാരങ്ങ പിഴിഞ്ഞ് വെച്ചാൽ കൂടുതൽ ബ്ലൂ ആയിട്ട് മാറും. ഇനി ഇതിനകത്ത് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണോ? വേണ്ട. കളർ മാറിയതാണ്ട. കുടിച്ചു നോക്ക്. ഞാൻ കുടിച്ചിട്ടുണ്ട്. ഇവിടെ വെക്കി ചൂട്. സൂപ്പർ ചൂട്. ടേസ്റ്റ് ഒക്കെ ഉണ്ട്. अच्छा है सुलेमानी, अच्छा है. ये गुलाब का सुलेमानी है. अच्छा है ना? मैं भी फर्स्ट टाइम है. आप पहले पिया नहीं? पहले पिया ही नहीं पिया ना? अच्छा है ना? आपका हमारे पास अलग अलग आइटम्स है. एक दिन ये वाला रोज कलर, दूसरा दिन ब्लू कलर आएगा, रेड कलर आएगा. सब बनाएगा आपके लिए. एक दिन आप ये ट्राई करो, इसमें भी डाल के ट्राई करो. घास खाएगा बकरी का. वही सब में सुलेमानी बनाएगा. पियो भाई, गरम. अभी चलिए എന്നാ കളിയാ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇപ്പോൾ ചൂടെ കുറഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.